എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളൊക്കെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്തും വിദേശത്തും കോടികൾ നിക്ഷേപമുള്ള ഒരു കമ്പനിയാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഇടവേളകളായിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിരിക്കുകയാണ്, അതായത് നിങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും കാശ്? ഈ കമ്പനി തന്നെ പറയാണ് ഇവർ ഡെപ്റ്റ് ഫ്രീ ബിസിനസ്സാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ പോലും എടുക്കാതെയാണ് ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഫണ്ട് വരുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കാശിൻ്റെ സോഴ്സ് എന്ന വിശദമായ വിവരങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോയുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഓരോ ഇടവേളകളായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നിരന്തരം ഇങ്ങനെ റെയ്ഡ് നടത്തണമെങ്കിൽ അപ്പോൾ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. ഓരോ റെയ്ഡിലും ഓരോ തവണ റോയെ ചോദ്യം ചെയ്യുമ്പോഴും ഇത്ര റെയ്ഡ് നടത്തുമ്പോഴും അവർക്ക് കിട്ടുന്ന രേഖകൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ വ്യക്തമായ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരു വാർത്ത എന്താണ് പുറത്തു വരുന്നതെന്ന് വെച്ചാൽ UAE സർക്കാരാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് റോയ്ക്ക് UAEയിൽ വലിയ രീതിയിൽ ഏകദേശം 5000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് റോയ്ക്ക് UAEയിൽ പല സിറ്റികളായിട്ട്. അപ്പോൾ UAE സർക്കാർ ഈ അടുത്ത കാലത്ത് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് അവർ ഒന്ന് പുനഃക്രമീകരിച്ചിരുന്നു. അതായത് അവിടെ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെ എല്ലാ രേഖകളും അവരെ സോഴ്സ് ഫുൾ വേണം എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ UAE സർക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പിടിച്ചെടുക്കും, ആ സർക്കാർ പിടിച്ചെടുക്കും എന്നുള്ളൊരു ലോ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. അപ്പോൾ ഇന്ത്യൻ സർക്കാരായിട്ട് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് രണ്ട് UAE സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്തു. അത് രണ്ട് സർക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രേഖകൾ കൈമാറും. അതായത് ഇന്ത്യയിൽ ഒരു UAE പൗരൻ വന്നിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സർക്കാർ പറയാണ് ഇയാളുടെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ഇയാൾക്ക് കാശ് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ UAE സർക്കാർ ഇന്ത്യക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ UAEയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ UAE സർക്കാർ ചോദിക്കുകയാണ് ഇയാളുടെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ എല്ലാം കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു കണ്ടീഷൻ്റെ പുറത്താണ് ഇന്ത്യൻ സർക്കാർ ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇയാളെ പുറകെ കൂടിയിരിക്കുന്നത്. ഇയാൾ ഏകദേശം 5000 കോടിയാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് അറിയണം എവിടെ നിന്നാണെന്നില്ലേ. അപ്പോൾ ഓരോ സോഴ്സും ഓരോ ഡീറ്റെയിൽസ്, അപ്പോൾ ഇയാളുടെ ഇൻകം ടാക്സ് സബ്മിറ്റ് ചെയ്ത ഡാറ്റകളും ഇതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിനും വ്യക്തമായ ഉത്തരം കിട്ടാനില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഈ റോയ്ക്ക് എന്തായാലും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത 5000 കോടി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. തൻ്റെ അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ട്. 5000 കോടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഘട്ടം എത്തി. അത്തരത്തിലൊരു അവസ്ഥയിലാണ് ഈ CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം CJ റോയ് ആത്മഹത്യ ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യക്കുറിപ്പെല്ലാം കണ്ടെടുത്ത് CJ റോയ് നിരന്തരം എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അപ്പോൾ CJ റോയ് കഴിഞ്ഞ ഏകദേശം 9 പേജ് ഉള്ള ഒരു 9 പേജ് ഡയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് വിദേശത്ത് ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തി, അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതായത് എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ, എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊന്നും ചതിക്കരുത്, അവർക്കെല്ലാം നല്ല രീതിയിൽ അവർക്ക് സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ വാർത്തയാണ് ഇന്ന് പുറത്തു. അപ്പോൾ ഇതും UAE സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ പുതിയ ഒരു കോൺട്രാക്റ്റും ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ വിദേശ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിനെ തുടർന്ന്, അതായത് UAE സർക്കാർ ഇന്ത്യൻ സർക്കാരിൻ്റെ അടുത്ത് പറയാണ് അത് ഇയാളുടെ സോഴ്സ് ഓഫ് ഇൻകം വേണമെന്ന്. അപ്പോൾ അതാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായിടത്തും പോയി ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തുന്നതും പല രേഖകളും ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇയാളുടെ സോഴ്സ് ഓഫ് ഇൻകം കൊടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് IT ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ച അത്രയും ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താ ഉണ്ടാവുക, പുതിയ ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഇയാൾ UAEയിൽ ഇൻവെസ്റ്റ് ചെയ്ത അത്രയും പൈസയൊക്കെ UAE സർക്കാർ കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു വാർത്തയാണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇന്നലെ വരെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചെന്താണെന്നറിയോ, അതായത് ടാക്സ് ടെറർ, നരേന്ദ്രമോദിയുടെ ടാക്സ് ടെറർ. അതായത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻകം ടാക്സിന് ഉപയോഗിച്ച് അവരെ തകർക്കും. ഒന്നില്ലെങ്കിൽ അവർ BJPയിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ മരണം കൈവരിക്കുക എന്നാണ് ഇവിടുത്തെ മാധ്യമ മാപ്രകളൊക്കെ ചന്ദ്രഹാസം മുഴക്കിയത്. ഇന്ന് പുറത്തു വന്നേ, അതായത് ഇന്ന് രാവിലെയാണ് ഈ ഡയറിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു, ഈ CJ റോയ് ഒരു മാധ്യമപ്രവർത്തന അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖം പുറത്തു വിടരുത് എന്ന് CJ റോയ് വിളിച്ചു പറഞ്ഞ ശേഷം അയാൾ അത് പുറത്തു വിട്ടില്ല. അപ്പോൾ അതിലെന്താ പറഞ്ഞത്, അതിൽ തന്നെ അയാൾ പറയുന്നുണ്ട് വിദേശ നിക്ഷേപത്തെക്കുറിച്ചും പിന്നെ മരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇയാൾ തന്നെ പറയുന്നുണ്ട്
അതായത് ഞാൻ മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞത് ഞാൻ മക്കളെയും കൂട്ടി വീട്ടിലോട്ട് പോകും. അതായത് സീജർ ഉറപ്പുവരുത്തിയിരുന്നു എൻ്റെ അഭാവത്തിലും എൻ്റെ ആബ്സെൻസിലും ഭാര്യയും മക്കളൊക്കെ ഈ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ തെറ്റുപറ്റിപ്പോയി, വിദേശത്ത് നിക്ഷേപിച്ചത് വലിയ തെറ്റുപറ്റിപ്പോയി, അതാണ് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ UAE സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യൻ സർക്കാരാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് ഇയാൾ സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. തന്മൂലം വിദേശത്തുള്ള തൻ്റെ ഏകദേശം 5000 കോടിക്കടുത്തുള്ള രൂപയാണ് നഷ്ടപ്പെടാൻ പോകും UAE സർക്കാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് സാമ്പത്തിക കുറ്റകൃത്യം തടയാൻ വേണ്ടി രണ്ട് സർക്കാരുകളും തമ്മിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇത് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ അത് നമ്മുടെ സർക്കാരിനും ലാഭം തന്നെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലാഭമാണ്. അതായത് ഇവിടുന്ന് പല കള്ളപ്പണക്കാരും പല ആൾക്കാരും ഇന്ത്യൻ ഇതിനെ സമ്പദ് വ്യവസ്ഥ ഇതാക്കുന്ന തരത്തിലുള്ള അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് കള്ളപ്പണ ഡീലിംഗ് നടത്തുന്ന ആൾക്കാർക്കാണ് വലിയ രീതിയിലുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് ഏകദേശം 5000 കോടിയാണ് നിക്ഷേപിച്ചതെന്ന് നേരത്തെ പറയുന്നു. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉൾപ്പെടുന്നത്? സിനിമാ രംഗത്തു നിന്നുള്ളവരുണ്ടാവാം, രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവരുണ്ടാവാം. അപ്പോൾ ഇവർക്കൊന്നും ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതായത് കാര്യങ്ങൾ കൈവിട്ടു പോയി. ഈ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന 5000 കോടി പറയുന്നത് ചിലപ്പം 5000 കോടിയാണോ 10000 കോടിയാണോ 25000 കോടിയാണോ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് UAE ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫണ്ട് അത് ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കുറേ ഉണ്ടാവും. അതപ്പോൾ ആരൊക്കെയാണെന്ന് പറയാനില്ല. നേരത്തെ പറഞ്ഞ സിനിമാ താരങ്ങളടക്കം ഇതിന് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ CJ റോയ്ക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു ഭീമമായ തുക UAE നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം UAE സർക്കാർ കൊണ്ടുപോയാൽ എന്താ അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്? ഈ നിക്ഷേപകരൊക്കെ വന്ന് കഴുത്തിന് പിടിക്കും, തിരിച്ചറിയണമെന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാകുമോ? ഇയാൾ ഇന്ത്യയിലുള്ള കേരളത്തിലടക്കമുള്ള എല്ലാ ബിസിനസ്സും വിറ്റ് പെറുക്കിയാൽ പോലും അത്ര ഒരു പൈസ കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് UAE പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കരാർ സൈൻ ചെയ്തിരുന്നു. അപ്പോൾ ആണവ കരാറൊക്കെയാണ് സൈൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടുതലും ചർച്ച ചെയ്ത് ആണവ സഹകരണം, സൈനിക സഹകരണം ഇന്ത്യയും UAE തമ്മിൽ ഉണ്ടാകുന്നു എന്ന് തരത്തിലായി ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 16 കരാറുകളാണ് നമ്മൾ സൈൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇത്തരം ആൾക്കാർ, അതായത് ഇൻ കേസ് എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ആൾക്കാർ വിവരങ്ങൾ ഫുൾ, അതായത് ഇന്ത്യൻ പൗരൻ UAE നിക്ഷേപിക്കുമ്പോൾ UAE നിന്ന് ആരൊക്കെ സഹായിച്ചു, ആരൊക്കെയാണ് UAE നിന്നുള്ള ഫണ്ട് റൈസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യൻ സർക്കാരിന് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയുള്ള ഒരു ശക്തമായ ഒരു നിയമം രാജ്യത്തുണ്ട്. അത് ഈ കോർപ്പറേറ്റ് മുതലാളിമാർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല ആൾക്കാരും, അപ്പോൾ ഈ മറുനാടൻ ഷാജിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ന് CJ റോയ് എന്ന് വെച്ചാൽ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. ആ ബലൂണിലേക്കാണ് ദുബായ് സർക്കാർ ഒരു സൂചിയെടുത്ത് കുത്തിയത്. അപ്പോൾ അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ആണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ ഈ മറുനാടനെ പോലുള്ള ആൾക്കാരൊക്കെ പുറത്തുവിടുന്നത്. അപ്പോൾ ഈ മറുനാടൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഹൈ പ്രൊഫൈലായ ആൾക്കാരുടെ എല്ലാം ഒരു അവസ്ഥ ഈ CJ റോയുടെ സമാനമാണ്. അതായത് ഊതി വീർപ്പിച്ച ബലൂണുകൾ മാത്രമാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണിനെ പോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ഊതി വീർപ്പിച്ച ബലൂണാണ്. അതായത് അവർ കോടികൾ കൊടുത്ത് കാറുകൾ വാങ്ങുന്നു, അത് കണ്ട് റീൽസ് ഇടുന്ന ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഒരു ധാരണ ഇവരൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ കടത്തിൻ്റെ പുറത്ത് കടത്തം അങ്ങനെയുള്ള ഒരു ഇതാണ്. അതായത് ഊതി വീർപ്പിച്ച ബലൂണാണ്. ഒരു അവസ്ഥയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത്തരം അന്വേഷണ ഏജൻസികൾ ഒരു സൂചി എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു ബലൂണാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ. അതായത് നമ്മുടെ രാജ്യത്ത് ആർക്കും ബിസിനസ് ചെയ്യാം, പക്ഷേ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് വിധേയമായിട്ടും വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തുള്ള ആൾക്കാരുടെ അവസ്ഥ ഇതായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്ത് തന്നെയായാലും ഈ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ UAE സർക്കാർ ഉള്ള ഒരു കരാർ, അതിന് എന്താ പറയേണ്ടത്, ശക്തമായ ഒരു നിയമം അതിന് പുറകിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ആണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.